ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ലവർ അനു 8086. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പൈസ കയ്യിൽ നിന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രിപ്പ് പോയേക്കാന്ന് വിചാരിച്ച് കന്യാകുമാരിക്ക് ബുക്ക് ചെയ്തിട്ടോ ടിക്കറ്റ്. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി ആദ്യം ഭയങ്കര കുറുമ്പനായിട്ടുണ്ട്. അച്ഛൻ വന്നേ പിന്നെ നല്ല കുറുമ്പത്തരം കൂടുതലാണ്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ അറിയുന്നില്ല. ട്രെയിനിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത കാരണം സൈഡ് സീറ്റ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത് രണ്ടാൾക്കും. ട്രെയിനിൽ സൈഡ് സീറ്റൊക്കെ ആകുമ്പോൾ ആദ്യം കുറച്ചെങ്കിലും ഒതുങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ഈ സൈഡ് സീറ്റ് നോക്കി ബുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോലും അധികം സൈഡ് സീറ്റിലിരിക്കാൻ ശ്രമിക്കലുണ്ട്. കാരണം ഇല്ലെങ്കിൽ ആദ്യം ഭയങ്കര വാശി കൂടുക. ജനലിൻ്റെ അവിടെ ഇരുന്ന് അങ്ങനെ കാഴ്ചകൾ കാണുക വെച്ചാൽ അവൻ കുറച്ച് നേരമൊക്കെ ഒതുങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയിലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട്. പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നു. അതായത് ഒരു 12 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് കയറിയത്. അവിടെ എത്തുമ്പോഴേക്കും ഒരു 5-6 മണീൻ്റെ അടുത്താകും. കുറേ നേരം ട്രെയിനിൽ ഇരിക്കേണ്ടി വന്നു. കുറേ ആദ്യം അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു, പിന്നെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ രണ്ടാളത്തും മാറി മാറിയിരുന്നു. ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അങ്ങനെ ഉറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഫുഡ് കഴിക്കാതെ പോയത് കാരണം അവിടുന്ന് ഒരു മുട്ട ബിരിയാണി വാങ്ങി. അപ്പോൾ ആദ്യം ഇഷ്ടമായി. ആദ്യം കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ബാക്കി മൊത്തം ഞാനോട്ടോ കഴിച്ചത്. ഏട്ടനും ഞാനും കൂടി കഴിച്ചു. ഏട്ടൻ നല്ല പാട്ട് കേൾക്കലാണ്. ആദ്യം വെച്ചാൽ അതിൻ്റെ എടുത്തിട്ട് താഴേക്ക് എറിയൊക്കെ ചെയ്തു. പക്ഷേ പോയില്ല. ഭാഗ്യത്തിന് ഞങ്ങൾ അപ്പോഴേക്കും പിടിച്ചതുകൊണ്ട് ആ സാധനം താഴേക്ക് പോയില്ല. ഈ കാണുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാട്ടോ. നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ 2 എയറോപ്ലെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞാൻ പെട്ടെന്ന് ആദ്യം എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാണ് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആദ്യം നല്ല ഉറക്കമായിട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആളും കടന്നുറങ്ങാൻ തുടങ്ങി. ഞാനിങ്ങനെ കുറേ നേരം ഇരുന്നു. കുറേ നേരം ഇരുന്നു. പിന്നെ എനിക്കും ബോറടിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് നേരം മൊബൈലിൽ കളിച്ചു. ഇത് ഏട്ടൻ അറിയാതെ എടുത്തതാട്ടോ. കന്യാകുമാരിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നല്ലെങ്കിൽ ടിക്കറ്റ് വെളുപ്പിനായിരുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ട് വെളുപ്പിന് മാത്രമാണ് ട്രെയിനുള്ളൂ. അപ്പോൾ ആ സമയത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഷൊർണൂരിൽ നിന്ന് കൊച്ചുവേലിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആദ്യം വിചാരിച്ചു അവിടെ ലുലു മോൾ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്. അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ലുലു മോൾ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തു. പിന്നീട് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് പ്ലാനിങ് മാറ്റി പിറ്റേ ദിവസം. കാരണം നമ്മൾ എത്തുമ്പോൾ തന്നെ 6 മണിയാവും. ലുലു മോളിൽ കാണാൻ മാത്രം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നേരെ ട്രിവാൻഡ്രം പോയിട്ട് അത് കണ്ടിട്ട് അവിടെ തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം കന്യാകുമാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കറക്റ്റ് ട്രെയിൻ ഉണ്ട്. അവിടെ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് കറക്റ്റ് ട്രെയിന് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കിട്ടും ചെയ്യും. പിന്നെ ആദ്യം എണീച്ചു കുറുമ്പത്തരം തുടങ്ങി. ആദ്യം അച്ഛനും കൂടി താത്തക്കുട്ടിയായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് നേരം. അപ്പോൾ നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വന്ദേ ഭാരത് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത്. പിന്നെ ഞങ്ങൾ അവിടെ കൊച്ചുവേളി ഇറങ്ങി. ഏട്ടൻ ഞാനും ഇങ്ങനെ നടക്കുമായിരുന്നു, സ്റ്റെപ്പ് കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി. കാരണം നമ്മൾ പുതിയ സ്ഥലത്തല്ലേ. അപ്പോൾ എവിടെയാണ് വണ്ടികളൊക്കെ ഉണ്ടാവുക, ഈ സൈഡ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് പോയത്. ആദ്യമൊക്കെ ട്രിപ്പുകളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പുകൾ പോകാൻ. ആകെ ഇതൊക്കെയല്ലേ ഉള്ളൂ എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. കാരണം ഏട്ടൻ ഇപ്പോൾ 1 വർഷമായി പോയിട്ട്. 1 വർഷത്തെ ലീവിന് വന്നതാണ്. ആകെ 27 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഉള്ള ദിവസം അടിച്ചു പൊളിക്കുകയെന്നാണല്ലോ. ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നേ പിന്നെ ആദ്യം അച്ഛനെ മതിയായിരുന്നു. അച്ഛനുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു. ഇപ്പോൾ മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ കോളും അതൊക്കെ ആയതുകൊണ്ടാവാം അവരുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഏട്ടൻ തന്നെയായിരുന്നു ഫുൾ ടൈം അവനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അധികം അവൻ അച്ഛൻ്റെ ഒപ്പം തന്നെയായിരുന്നു വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ എത്തിയിട്ടോ. ആദ്യം നമ്മളൊരു വാച്ചിൻ്റെ ഷോറൂമിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആൾ അവിടെ ഇല്ല. അതിൻ്റെ തന്നെ വേറൊരു ഷോറൂം വേറെ സ്ഥലത്തും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആദ്യമൊക്കെ എസ്കലേറ്ററിൽ നിൽക്കണം പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
തിരക്ക് കുറവായിരുന്നു, ഉദ്ദേശിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫുള്ള് ഈ ഗൂഗിൾ പേയിൽ കിടക്കുക കാരണം നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് ക്യാഷ് വേണമല്ലോ എന്ന് ആലോചിച്ച് നേരെ പോയിട്ട് നമ്മൾ ATM നിന്ന് ക്യാഷ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ലേഡീസിൻ്റെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറയുന്നത് എത്ര ഡ്രസ്സ് എടുത്താലും എത്ര ഷോപ്പ് ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ അവിടെ വളയങ്ങളും ക്ലിപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാനിങ്ങനെ ഫുള്ള് നോക്കി നടക്കുമായിരുന്നു. ഏട്ടനും കുട്ടി ഏതോ വഴി കൂടെ നടക്കുമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അമ്മയ്ക്കൊരു ടോപ്പ് എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അവിടെ നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുത്തത്. ഞാനും എൻ്റെ ആങ്ങളയ്ക്കുള്ള ഷർട്ടും ഞാൻ അവിടെ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മറ്റേതിനെക്കാട്ടിലും അവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് തോന്നി. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അതായത് എൻ്റെ സൈസിനുള്ള കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാതെ ഇടാൻ പറ്റിയ ഡ്രസ്സ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഏട്ടനും ഒരു ഡ്രസ്സ് എടുത്തു, ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുത്തു. ഇവിടെ ലുലു മോളിൽ ചെല്ലുന്നവരൊക്കെ പെട്ടെന്ന് നമ്മൾ ആ ഹൈപ്പറിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ നമ്മൾ സ്റ്റുഡിയോന്ന് എടുക്കുകയായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ അത് പിന്നെ ഒരു നല്ല ബ്രാൻഡ് തന്നെയാണല്ലോ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ നിന്ന് ഏട്ടന് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. ഏട്ടന് ഗൾഫ് പോകുമ്പോൾ കൊണ്ടുപോകുന്ന അവിടെ എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ, പിന്നെ ക്രീം കാര്യങ്ങൾ, സോപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. പിന്നെ രാത്രിക്കുള്ള ഫുഡും ഞങ്ങൾ ഹൈപ്പറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സമയം വൈകിട്ട് റൂം കയറിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ മൊത്തം കറങ്ങി എന്നുള്ളതാണ് സത്യം. എല്ലാ സാധനങ്ങളും പോയി വെറുതെ ഒന്ന് കണ്ടു. പിന്നെ ലുലു മാളിലും അത്യാവശ്യം തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാത്തിൽ കൂടി നടന്ന് കണ്ടു. ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ വാശി പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഫീഡിങ് റൂം പോയിട്ട് ഫീഡ് ചെയ്തതിന് ശേഷമാണ് അവനൊന്ന് ഓക്കെ ആയി കിട്ടിയത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര അംഗമായിരുന്നു അവനെ കൊണ്ട്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടി ആദ്യക്ക് വേഗം ഒരു കോൽമിഠായി വാങ്ങിക്കൊടുത്തു. അതാകുമ്പോൾ അവൻ അങ്ങനെ ഇരുന്നോളൂല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പാരഗോണിൽ ഒരു VIP വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ കുട്ടികൾ കളിക്കുന്നിടത്തേക്കാണ് പോയത്. അവിടെ വെച്ചാൽ എന്തിനും മൊത്തം സാധനങ്ങളിലും കയറാൻ വേണ്ടി ഇത്ര രൂപ എന്നുണ്ടായിരുന്നു. ഒരു 800 സംതിങ് എങ്ങാണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്തില്ല. എന്തായാലും ആദ്യം അതിന് മാത്രം ആയിട്ടില്ല, അവനാകെ 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കളിക്കില്ല എന്നുള്ളൊരു ഉറപ്പുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറാൻ തന്നില്ല. വെറുതെ ജസ്റ്റ് എല്ലാവരുടെയും ഒന്ന് വാച്ച് ചെയ്തൊന്ന് മാത്രം. അവനതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഓരോ കളിപ്പാട്ടങ്ങൾ കാണുമ്പോഴും അങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ വാശി മാറ്റാൻ കുറച്ച് നേരം ആ വണ്ടിയിൽ ഇരുത്തി കൊടുത്തു. നമുക്ക് ചുമ്മാ ഇരിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ആദ്യം അങ്ങനെ ഇരുന്നിട്ട് സ്റ്റെയറിങ് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ താഴേക്ക് ഇറങ്ങുക കേട്ടോ. ശരിക്കും രാത്രി സമയങ്ങളിൽ ലുലു മാളിൽ പോവാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് കാണണമെങ്കിൽ നൈറ്റ് ആയിരിക്കും ഏറ്റവും അടിപൊളി. നൈറ്റ് ആകുമ്പോൾ പിന്നെ അത്യാവശ്യം തിരക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുത്തെ കഴിഞ്ഞൊരു 8-8:30 ആയി പുറത്തിറങ്ങുമ്പോൾ തന്നെ. ഒരു 6 മണിയൊക്കെ ആയി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2-2.5 മണിക്കൂർ ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ടാവും. പിന്നെ റൂമൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. റൂം ബുക്ക് ചെയ്തത് നമ്മൾ കന്യാകുമാരിയിലാണ്. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് ദൂരവും പിന്നെ ട്രെയിനിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ അടുത്തുള്ളൊരു ഓട്ടോക്കാരനോട് ചോദിച്ചിട്ട് ഏട്ടൻ ഗൂഗിൾ നോക്കിയിട്ട് ഏറ്റവും നല്ല റൂംസ് തന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുമ്പോൾ ലുലു മോൾ കാണുന്നതാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. ആ ലൈറ്റ് കൊണ്ടാണ് അത്ര അടിപൊളിയായി തോന്നുന്നത്. പകൽ കാണുന്നതിനേക്കാട്ടിലും നല്ല ഭംഗി എന്തായാലും രാത്രി തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ എടുത്ത് റൂമിലേക്ക് പോയി. ആദ്യം ചെന്നത് അവിടെ റൂമിൽ ഒരു സോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സോപ്പും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
റൂം എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ രാത്രി റൂമിലെത്തി, സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിറ്റേ ദിവസം കന്യാകുമാരി അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സുകളൊക്കെ വെവ്വേറെ മാറ്റി വെച്ചു. പിന്നെ ആദ്യമൊക്കെ ഫ്രഷാക്കി, ഞങ്ങളും ഫ്രഷായി. ഒരു രക്ഷയില്ല, റൂം അടിപൊളിയാണ്. പിന്നെ പിറ്റേ ദിവസം പോകാനുള്ള കാര്യങ്ങളാണ് മൊബൈലിൽ നോക്കുന്നത്. രാവിലെ 10 മണിക്കാണ് ട്രെയിന്. പിന്നെ ഫ്രഷായി അങ്ങനെ ഞങ്ങൾ കടന്നുറങ്ങി. രാവിലെ ഒരു 7 മണിയായപ്പോൾ നീച്ച് അതിനെ ഫ്രഷാക്കി. അതുപോലെ ഞങ്ങളും ഫ്രഷായി. ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ടോപ്പാണ് അന്ന് ഇട്ടിരുന്നത്. എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ട്രിവാൻഡ്രം തന്നെയായിരുന്നു സ്റ്റേ. ഇനി നമ്മൾ നേരെ കന്യാകുമാരിക്ക് പോകുന്ന വീഡിയോ അടുത്ത പാർട്ടിൽ വരും. നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത് റാംസ് ഗസ്റ്റ് ഹൗസിലായിരുന്നു. ട്രിവാൻഡ്രം വരുന്നവർക്ക് എന്തായാലും സ്റ്റേ ചെയ്യാൻ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.